ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ റീഡിങ് അല്ലെങ്കിൽ എക്സസൈസ് അല്ലെങ്കിൽ സ്റ്റഡിങ് അല്ലെങ്കിൽ റൈറ്റിങ് അല്ലെങ്കിൽ കോഡിങ് എന്തും ആയിക്കോട്ടെ, ഈ സംഭവം ഹാർഡാണെന്നുണ്ടെങ്കിൽ ആ ഹാർഡ് വർക്കിൽ നിന്ന് തന്നെ റിവാർഡ് കിട്ടുമ്പോൾ, അതിന് തന്നെ ഡോപ്പമിന് കിട്ടുമ്പോൾ നമ്മളത് കണ്ടിന്യൂ ചെയ്യാനുള്ള മോട്ടിവേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാവും, ആ ഡ്രൈവ് നമുക്ക് ഉണ്ടാവും. ഇതാണ് ഹൈ അച്ചീവേഴ്സിന്റെ ഒക്കെ മെയിൻ സീക്രറ്റ് എന്ന് പറയുന്നത്. അതായത് ഡേവിഡ് ഗോഗിൻസ് ഒക്കെ എത്രയായാലും ഭയങ്കര ഹാർഡ് ടാസ്കുകൾ ചെയ്യുന്നത്, അങ്ങനെ പല ആൾക്കാരും എത്രയായാലും ഗിവപ്പ് ചെയ്യാതെ വീണ്ടും 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 ആ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ പല ആൾക്കാരും. അപ്പോൾ ഓരോ മെയിൻ സീക്രറ്റ് എന്ന് പറയുന്നത് ഓർക്ക് ആ എഫേർട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റിവാർഡ് കിട്ടുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ റിവാർഡിന്റെ മേത്ത് മാത്രമാണ് കംപ്ലീറ്റ്ലി റിലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിക്കഴിഞ്ഞാൽ എന്റെ പാരന്റ്സ് എനിക്ക് ഐഫോൺ വാങ്ങിത്തരും. അപ്പൊ ഐഫോണിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു 1 മന്ത് എക്സ്ട്രാ അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ബോണസ് കിട്ടും, സാലറിന്റെ ഒപ്പം ഒരു ബോണസ് കിട്ടും എംപ്ലോയർ പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഇതുപോലെ കുറെ എക്സാമ്പിൾ ഉണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ആ ഒരു റിസൾട്ടിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ റിവാർഡ് സിസ്റ്റം ഉണ്ടല്ലോ, നമുക്ക് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കണം, അത് പലതും ആ ഹാർഡ് വർക്കിന്റെ ടൈമിൽ എൻഗേജ് ആവില്ല. അങ്ങനെ എൻഗേജ് ആയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് റിവാർഡ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് ആ ഹാർഡ് വർക്ക് കൂടുതൽ ഹാർഡായി തോന്നും. നമുക്ക് ആ റിവാർഡ് എത്തിയാലേ ഒരു സമാധാനം കിട്ടുള്ളൂ, അപ്പോഴേ എല്ലാം ആക്റ്റീവ് ആവണുള്ളൂ ആ റിവാർഡിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ദ മെയിൻ കോർ ട്രൂത്ത് ഓഫ് ദ വീഡിയോ ഈസ് വി ഷുഡ് സേ ഐ ലൈക്ക് ഇറ്റ്, ഐ ലവ് ഇറ്റ്. നമ്മൾ ആ വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ നമ്മൾ ആ വർക്കിനെ കുറിച്ച് എപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിലും നെവർ എവർ സേ ദാറ്റ് യു ഹേറ്റ് ഇറ്റ്, ഐ ഡോണ്ട് വാണ്ട് ഡു ഇറ്റ്. ആ സംഭവങ്ങൾ പറയരുത്. എന്ത് ചാൻസ് കിട്ടുകയാണെങ്കിലും ആരോട് സംസാരിക്കുകയാണെങ്കിലും പറയണേ എനിക്കത് ഇഷ്ടമാണ്, എനിക്കത് എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, അത് ചെയ്യണമെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ രീതിയിൽ. ഇപ്പൊ ഞാൻ എന്റെ വീഡിയോ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ പറയലുണ്ട് എന്ത്, ഞാൻ കൺസിസ്റ്റന്റ് ആയിക്കാണ് ജിമ്മിക്ക് പോണ ആളാണെന്ന് ഞാൻ തന്നെ പറയലുണ്ട് ഇല്ലേ. അതേപോലെ തന്നെ അതിന്റെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഭാഗമാണ്, എനിക്ക് വീഡിയോ ഉണ്ടാക്കുന്നത് ഒരു വലിയൊരു പണിയുള്ള സംഭവമല്ല എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പലപ്പോഴും പറയലുണ്ട്. അപ്പൊ അതൊക്കെ എന്താ വെച്ചാൽ റീഎൻഫോഴ്സിങ് ആണ്. നമ്മളോട് തന്നെ എന്ത് ചെയ്യുക, പറയാ, ഇത് എനിക്ക് ഇഷ്ടമാണ്, ഐ ലൈക്ക് ഇറ്റ്, ഐ ലവ് ഇറ്റ്, ഐ ആം ഗോണ ഡു ഇറ്റ്. വേറെ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഓരോ ചാൻസ് കിട്ടുമ്പോഴൊക്കെ ഒരിക്കലും അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയരുത്. പകരം ഇത് എനിക്ക് ഇഷ്ടമാണ്, അതിൽ ഞാൻ കൺസിസ്റ്റന്റ് ആയിക്കാണ്ട് പോകും, അത് എനിക്ക് ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയാം.